Hello sweeties, my old tarot വിശ്വാസികളെ പ്രേമികളെ നിങ്ങളോട് എനിക്ക് വളരെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചൽ കാർഡ്സ് റീഡിംഗ്, ഒറാക്കിൾ കാർഡ്സ് റീഡിംഗ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സഡൻലി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അർജൻറ്റായിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഏഞ്ചൽസ് കാർഡ്സ് നോക്കാം. അതിനു മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വെക്കുന്നുണ്ട്, അതെല്ലാവരും കണ്ടിട്ട് ഓടി വരിക. കൂടുതൽ റെസനേഷനും കൂടുതൽ കാര്യങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒറാക്കിൾ കാർഡ്സ് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി, കുറച്ചധികം നാളുകളായി. കാരണം നമ്മുടെ വ്യൂവേഴ്സ് കുറഞ്ഞതോടുകൂടി ഞാനപ്പോൾ ഒറാക്കിൾ കാർഡ്സിൻ്റെ എടുപ്പ് അങ്ങോട്ട് നിർത്തി. കംപ്ലീറ്റ് നമ്മുടെ മെയിൻ ഡെക്ക് വെച്ചിട്ടായി റീഡിങ്. കാരണം ഇടയിൽ കുറച്ച് ഒരു 3 to 5 ഡേയ്സാന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് വയ്യാതെ ഹോസ്പിറ്റലൊക്കെ ആയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് റീഡിങ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു 2-3-5 ഡേയ്സിനുള്ളിൽ നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ ഒരു ഡൗൺ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിനെ ഞാൻ ഒന്ന് അപ്പാക്കി എടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു 1000 പേരെങ്കിലും ഒരു വീഡിയോ കാണുന്ന ലെവലിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനിയും പോകെ എല്ലാവരും കാണും, സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. കാരണം ഞാൻ ആ വയ്യാതെ പോയ സമയത്ത് നമ്മുടെ വ്യൂവേഴ്സ് വളരെയധികം കുറഞ്ഞു. എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ വിശ്വാസമില്ലാതെ പോകുന്നവരായിരിക്കാം ഏറെക്കുറെ പേരും. ഇതൊന്നും നടക്കുന്നില്ല, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് പോയവരാണെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്കൊന്നും പറയാനില്ല. വിശ്വസിച്ച് നമ്മുടെ ഒപ്പം തുടക്കം മുതലേ എൻഡ് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ സപ്പോർട്ട് മാത്രം മതി. എനിക്കിപ്പോൾ ഒരു 2 ആൾ അല്ലെങ്കിൽ ഒരു 5 ആൾ നമ്മുടെ വീഡിയോ കാണുന്നുള്ളൂ എങ്കിലും 5 ആൾ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ എന്നിൽ വിശ്വസിച്ചിട്ടാണ് ആ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അത് തന്നെ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. സോ ആ പോയ ഒരു നമ്മുടെ ആ ഒരു ഹൈപ്പ് എനിക്ക് തിരിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു. അതുകൊണ്ട് ഒറാക്കിൾ കാർഡ്സ് മാത്രമുള്ള റീഡിങ്സ് ഞാൻ ഇടാറില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒറാക്കിൾ കാർഡ്സിൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക്
വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിക്കവറിയാണ്. റിക്കവറി റിലേറ്റ് ചെയ്തിട്ടുള്ള കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ദാറ്റ്സ് വൈ ബിക്കോസ് എന്ന് വെച്ചാൽ പലരും ഈ റീഡിങ് കാണുന്ന പലരും പുറമേ കാണുന്ന അവരുടെ മുഖമല്ല അവരുടെ ഉള്ളിലെ മുഖം എന്ന് പറയുന്നത്. പുറമേ അവർ വളരെ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം, വളരെ ചിരിച്ചും കളിച്ചും കാണിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ദെയർ ഉള്ളെന്ന് പറയുന്നത്, അവരുടെ ഉള്ളെന്ന് പറയുന്നത് വളരെ നീറിപ്പുകയുന്നതും സങ്കടപ്പെടുന്നതും വിഷമിക്കുന്നതും എങ്ങനെയാണ് ഇതിൽ നിന്നും കവർ ചെയ്യുക എന്ന് തപ്പി നടക്കുന്നതുമായിട്ടുള്ള ചില അവസ്ഥാന്തരങ്ങളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോവുക, എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വളരെ സ്ട്രെങ്തോടു കൂടി പോവുക എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന, പുറമേ കാണുന്ന അവരുടെ മുഖമല്ല അവരുടെ ഉള്ളിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറമേ കാണുന്ന അവരുടെ ബിഹേവിയർ അല്ല അവരുള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ബിക്കോസ് അവരുള്ളിൽ കരയാണ്, അവരുള്ളിൽ വിഷമിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി അവരെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്വന്തം എന്ന് കരുതി ഒരിക്കലും പിരിഞ്ഞു പോവില്ല, എപ്പോഴും എല്ലാ കാലവും എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നവർ കരുതി കൂടെ കൊണ്ട് നടന്ന ചില വ്യക്തികൾ അവരെ ഉപേക്ഷിച്ചു പോയി, എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ പ്രകടമായ രീതിയിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ കിട്ടുന്നില്ല, റിപ്ലൈ ഇല്ല, ബ്ലോക്കിംഗ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഐ കോണ്ടാക്റ്റ് ഇല്ല, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല, ഒന്നുമില്ല. നോ വേ. ഒരു കാര്യം കൊണ്ടും ഈ പറയുന്ന വ്യക്തികളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിൽ അവർ ഭയങ്കരമായിട്ട് വിമ്മിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വിഷമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. എങ്ങനെ ഇതിൽ നിന്നും റിക്കവറി ചെയ്യണം എന്ന് അറിയാതെ വളരെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന അവസ്ഥ. സോ ഗായ്സ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ള വളരെ ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെയാണ് ഈ ഒരു സമയം ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തന്നെ സ്വയമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തന്നെ സ്വയം എനർജീസാണ് നിങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മനസ്സിലായോ? ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഉണർന്നിരിക്കുക, മുന്നോട്ട് പ്രവർത്തിക്കുക. യെസ്, കണ്ടോ? ഉണർന്നിരിക്കുക, നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജറായിട്ടുള്ള പല ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഉടൻ തന്നെ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആവാൻ പോവാണ്. അതായത് നിങ്ങളുടെ വ്യക്തി അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിട്ട് ഈ ഒരു വേല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പല സിറ്റുവേഷൻസിലാണ്, പല ട്രബിൾസിലാണ്, പല ഫിനാൻഷ്യൽ പ്രോബ്ലംസിലാണ്. അതിലൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തിക്ക് അതൊരു വലിയ കാര്യം തന്നെ, അല്ലെങ്കിൽ വലിയൊരു കടമ്പ തന്നെയാണ്. ഒരു ടവറിൻ്റെ മുകളിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. വീഴാതെ ആ ടവറിൻ്റെ ഉള്ളിലൂടെ സ്റ്റെപ്പ് കണ്ടുപിടിച്ച് ആൾക്ക് താഴേക്ക് ഇറങ്ങി വരണം. സോറി, കറണ്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലിങ് ആണ് ഉണ്ടായത്. അപ്പോൾ ഈ ടവർ പൊസിഷനിൽ നിന്ന് വീഴാതെ നിങ്ങളുടെ വ്യക്തിക്ക് എങ്ങോട്ടെത്തണം? താഴോട്ട് പതുക്കെ ഇറങ്ങി എത്തണം. അല്ലെങ്കിൽ നേരെ താഴോട്ട് ചാടാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരെ താഴോട്ട് വീഴാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ ഓക്കെ ആക്കി എടുക്കണം. അതാണ് ഈ ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ ടാസ്ക് ചെയ്യേണ്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നിങ്ങൾ തന്നെയാണ്. ആ ടാസ്ക് ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ അനുസരിപ്പിക്കാനും ആക്റ്റീവാക്കി എടുക്കാനും മോട്ടിവേറ്റഡ് ആക്കാനും എൻകറേജ് ചെയ്തെടുക്കാനും നിങ്ങൾക്കുള്ള അത്ര കപ്പാസിറ്റി വേറെ മറ്റൊരാൾക്കും ഇല്ല. ഓക്കെ,
നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഒന്നും തന്നെയില്ല. അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ലൈഫ് കുളം തോണ്ടണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ വ്യക്തി പല സാഹചര്യങ്ങളിൽ പെട്ട് ഉഴലുകയാണ്. അപ്പം അതിൽ നിന്നും കവർ ചെയ്ത് ആ വ്യക്തിക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ റിക്കവറി ചെയ്ത് നല്ലൊരു മൈൻഡാക്കി നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫാമിലി നിങ്ങൾ അതുമായി സെറ്റപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് മുന്നോട്ട് അതുമായിട്ട് പോവുക. അതാണ് ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ലൈഫ്. മറ്റേ ആ വ്യക്തി ഒരു സൈഡിൽ നിൽക്കട്ടെ, ആ വ്യക്തി അവിടെ നിൽക്കട്ടെ. നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കോംപ്രമൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ബാലൻസ്ഡ് ആക്കുകയാണ്. ഈ വ്യക്തി വന്നില്ലെങ്കിൽ എൻ്റെ ലൈഫില്ല, ഈ വ്യക്തി എന്നോട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാനൊന്നുമല്ല, ഞാൻ സീറോ ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളായിപ്പോൾ. ഈ ഒരു ചിന്താധാരണ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക. നിങ്ങൾ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ രണ്ട് കൈയിലും നിർത്തുക. അല്ലെങ്കിൽ ഒരു കൈ മാറ്റിക്കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് പൊട്ടി വീഴുന്ന തരത്തിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. എ ഇയർ ഫ്രം നൗ പല മാറ്റങ്ങൾ. ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് മുതൽ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ കണ്ടറിയാൻ പോവാണ്. നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാൻ പോവാണ്. പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അബൻഡൻസ്, സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ഗോൾഡ് ഗിഫ്റ്റ്, ഗോൾഡ് വൗച്ചറുകൾ, അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിൻ്റെ ഗിഫ്റ്റ് കൂപ്പണുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സമ്മാനം അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ സക്സസ്സിലേക്കാണ് നിങ്ങളെ വഴി തിരിച്ചു വിടുന്നത്. സോ യൂണിവേഴ്സ് പറയുന്ന ഫോർഗീവ് ചെയ്യുക. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ, അതായത് ഒരു 2-3 വീക്സിനുള്ളിൽ തന്നെ വളരെ വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് യു ക്യാൻ ഫീൽ ഇറ്റ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വന്ന് പറ, ഈ വീഡിയോയ്ക്ക് താഴെ എനിക്കൊരു ടാങ്ങിയും സംഭവിച്ചില്ല എന്ന്. ഈ വീഡിയോ കണ്ടിട്ട് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ വന്ന് പറ, ഇത് വെറുതെ കണ്ടാൽ പോരാ, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. അത് വെറുതെ പറഞ്ഞാൽ പോരാ, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ആൻഡ് അതിൻ്റെ പ്രതീകമായിട്ട് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ആഫ്റ്റർ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് രേഖപ്പെടുത്തുക. പ്രെയർ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്, എല്ലാ സൺഡേ നടത്തുന്നുണ്ട്. അപ്പോൾ പ്രെയറിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ നല്ല മാറ്റങ്ങൾ, വളരെ നല്ല അബൻഡൻസ്, വളരെ നല്ല നല്ല ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് റിക്കവറി സ്റ്റേജിലോട്ട് വരിക, മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങുക. വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. ഉറപ്പായിട്ടും, വെറുതെ പറയുന്നതല്ല, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നായിട്ട് നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 3 ചാനലിലെ അപ്ലോഡിങ് സമയങ്ങൾ മാറ്റിയിട്ടുണ്ട്. സ്പിരിച്വൽ ജേർണി വിത്ത് 555 6 PM, സൈക്കിക് ഹീലിംഗ് ഏഞ്ചലിൽ 7 PM, മൂൺ ഗോഡസിൽ 8 PM നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി ഉണ്ടാവും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.